എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഈ യാത്ര. 2 ദിവസം മുൻപ് ഈ ഫ്രണ്ടിനെ ഞാൻ മെഹന്തി ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഹാപ്പി ആയിരിക്കട്ടെ. 5 ഇയേഴ്സിന് ശേഷം ഇന്ന് കൂടെ പഠിച്ച നാട്ടിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാലോ എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ തിരക്കൊക്കെ കഴിഞ്ഞൊന്ന് ചെന്ന് നോക്കിയപ്പോഴോ ദേഹെടുക്കണ്. ഈ കാണുന്ന 2 പേര് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാരല്ല, ഇവരെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഞങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജിൽ തന്നെ നമ്മളെ ഇന്നത്തെ ബ്രൈഡ് ടീച്ചറായി കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആൾ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ HOD ഒഴികെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതും നല്ല അടിപൊളി ഒരു ക്ലാസിക്കൽ ഡാൻസ് കാണാൻ പറ്റി. ഡാൻസിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രൈഡിന്റെ എൻട്രി. ആളൊരു ഡാൻസർ ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ടല്ലോ, തകർത്തിക്കണു. ബ്രൈഡിന്റെ ഡാൻസ് ഉണ്ടാവുന്ന പറഞ്ഞപ്പോ നല്ല സിംഗിൾ ഡാൻസ് ആവുന്ന പ്രതീക്ഷിച്ച്. ബട്ട് പറയാതിരിക്കാൻ വയ്യ, ഇറ്റ് വാസ് അമേസിംഗ് പെർഫോമൻസ്. അങ്ങനെ ഡാൻസും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞു. തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരൊന്ന് ശരിക്കും കാണാൻ കിട്ടിയത്. ഈ കാണുന്നത് ബ്രൈഡിനേറ്റ് ട്രാൻസിഷൻ റീൽ എടുക്കാനുള്ള പ്രാക്ടീസ് ആണ്. ഇവര് പിന്നെ ബ്രൈഡ്സ്മെയ്ഡ്സ് ആയതുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു. കുറച്ചു നേരം കിട്ടിയത് എന്തോ ഭാഗ്യത്തിന്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ഐതിയും വെയിറ്റ് ചെയ്യായിരുന്നു. ഐതിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് സദ്യ കഴിക്കാൻ ഭയങ്കര ബുദ്ധിയായിരുന്നു. അങ്ങനെ 2 തരം പായസവും കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോഴേക്കും ബ്രൈഡ് ഇറങ്ങാൻ നേരായി. ഈ ഒരു കാഴ്ച എപ്പോ കണ്ടാലും എന്റെ കണ്ണു നിറയും. ഇങ്ങനെ ഒരു യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഹൃദയം പറിച്ചെടുക്കുന്ന പോലെ ഉണ്ടാവും. യാത്ര പറഞ്ഞിറങ്ങുമ്പോ കരഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് അവളുടെ അഭിനയാണ്, വീഡിയോ ഒക്കെ ഉള്ളതല്ലേന്നും. വിഷമെല്ലാം ഉള്ളിലൊതുക്കി കരയാണ്ട് ഇറങ്ങുകയാണെങ്കിൽ അവൾക്ക് ഇവിടുന്ന് പോണോണ്ട് വല്ല വിഷമമൊന്നും ഇല്ലാന്ന് പറയുന്നവരും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർ. ഇവിടെ ഇറങ്ങിയപ്പോ ഞങ്ങൾ വീട്ടിൽ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബൈ.